ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇതും ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റേജ് ആണ്. അപ്പൊ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്, ഒരു കഥ? ഓരോ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, ചെന്ന് പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ പ്രോഗ്രാം മോശമാക്കോ എന്ന് കരുതിയിട്ട് ആര് പറഞ്ഞേ, അതേ ഈ സ്ഥലം അത്ര നല്ലതല്ല. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതിന് ഞങ്ങൾ സ്ഥലം മേടിക്കാൻ വന്നതല്ല. അതുപോലെ തന്നെ ഞാൻ കലാഭവനിൽ പ്രോഗ്രാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ പ്രോഗ്രാം സ്ഥലത്ത് എത്തി. അപ്പോൾ ഒരു ചേട്ടൻ വന്നു എന്നിട്ട്, അതേ അച്ചായൻ്റെ പേര് കളയരുത് കേട്ടോ. അപ്പം ഏതച്ചായൻ? ആബേലച്ചായനെ. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ എപ്പിസോഡിലേക്ക് കടക്കാം. സിനിയുടെ പുതിയ രസക്കൂട്ടുമായി വേദിയിലേക്ക് എത്തുന്നു ടീം സൂപ്പർ ജോക്കേഴ്സ്. ഓങ്കാരം ചങ്കിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന ആരുല്ലേ? പട്ടിയാ കെട്ടിയാ? ആ പട്ടി കെട്ടിയില്ലടാ. നിന്റെ നല്ല വല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, നമുക്ക് നോക്കാം. ചേച്ചി പട്ടി കടിക്കുമെന്നാ ചോദിച്ചാ? കടിക്കൂല, പിടിച്ച് ഉമ്മ വയ്ക്കും. ചേച്ചി ഞാൻ ഇങ്ങോട്ട് വന്നാലേ പട്ടി അങ്ങനെ വന്നാലേ കടിക്കൂലേ? ഓ, നിനക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ അടുക്കള വഴി വാ. ശരി ചേച്ചി. അവിടെ കിടക്കണ പട്ടി നിന്നെ ചല്ലാ പിന്നെ കടിച്ചോളൂ. ചേച്ചി അയ്യോ, സുഖമായിരുന്നാടാ. എത്ര വർഷമായി ചേച്ചി നമ്മൾ കണ്ടിട്ട്? നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് താമസം മാറ്റി നമ്മുടെ ഒരു വാക്ക് പറയണ്ടേ? നമ്മളൊരു കുടുംബം പോലെ കഴിഞ്ഞല്ലേ ചേച്ചി? ചേട്ടനൊക്കെ സുഖമായിട്ടിരിക്കുന്ന? ഓ, ചേട്ടന്റെ കാര്യമൊന്നും പറയാതിരിക്കണേന് നല്ലത്. അതല്ലേ ചേച്ചി, ഞാൻ അവിടെ നിന്ന് കോളിംഗ് ബില്ല് എത്ര നേരം അടിച്ചു. അന്ന് ചേച്ചി വന്ന് തുറക്കത്ത? എടാ, എന്റെ വീട്ടിൽ കുറച്ചൊക്കെ ഇലക്ട്രിക്കൽ പണി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കറണ്ടിന്റെ കണക്ഷൻ കിട്ടിയിട്ടില്ല. ആ ചേച്ചി, ഓ, ഒന്നും പറയണ്ടടാ. പണ്ട് എന്റെ ചേട്ടാ ഇലക്ട്രിക്കൽ പണിയെന്ന് പറഞ്ഞങ്ങ് ഗൾഫിൽ പോയ ചരിത്രം നിനക്ക് ഓർമ്മയുണ്ടാ? ഓ, അന്ന് അവിടെ വെച്ച് അങ്ങനെ കറണ്ട് അടിച്ച്. അതിനുശേഷം കറണ്ട് എന്ന് പറഞ്ഞ അങ്ങർക്ക് ഭയങ്കര പേടിയാടാ. പിന്നെ എന്റെ പൊന്നുമോലെ നിന്റെ അടുത്തായോണ്ട് ഞാൻ പറയാം, ആരങ്ങനെ ദേഹത്ത് തൊട്ടാലും അങ്ങർക്ക് കറണ്ട് അടിക്കും പോലെ തോന്നുകൂടാ. കുറച്ചു നേരത്തേക്ക് ബോധം കാണും, കുറച്ചു നേരത്തേക്ക് ബോധം പോവും. ഒന്നും പറയണ്ടടാ, ആകെ കിളി പോയ ലക്ഷണമാണ്. ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുവാടാ, പ്രാന്തന്മാരെ പോലെ. എന്നാലും അപ്പൊ ചേച്ചിയുടെ കാര്യം വലിയ കഷ്ടം തന്നല്ലേ ചേച്ചി? എല്ലാം എന്റെ വിധിയടാ. എന്റെ വിഷമം നിനക്ക് വല്ലതും അറിയണടാ. എനിക്കൊരു സീരിയൽ കാണണമെങ്കിൽ ആ ഇരിക്കണ പച്ച സാരി എടുത്തിരിക്കണ വിദ്യ ചേച്ചിയുടെ വീട്ടിൽ കയറി പോണം. ചേച്ചിയുടെ വീട്ടിലെ TV ഉണ്ടെന്ന്. എന്തിന്? എനിക്കൊന്ന് അടിച്ച് അനച്ച് കുളിക്കണമെങ്കിൽ ആ ഇരിക്കണ ഉല്ലാസണ്ണന്റെ വീട്ടിൽ കയറി പോണം. അതെന്തിനു ചേച്ചി? ഉല്ലാസണ്ണന്റെ വീട്ടിലെ മോട്ടർ ഉണ്ടല്ലേ? ഉല്ലാസണ്ണ വീട്ടിൽ മോട്ടറിലോട്ട് കൊള്ളാം കേട്ടാ. എന്നാലും ചേച്ചിയുടെ കാര്യം, ചേച്ചി അണ്ണ എവിടെ ചേച്ചി? അയ്യോ, അണ്ണന് സുഖമില്ലാതെ അകത്ത് കിടക്കണടാ. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ചേച്ചി, അണ്ണനെ കണ്ടിട്ട് എത്ര വർഷമായെന്ന് അറിയാമോ? എന്റെ സ്വന്തം അച്ഛനെ പോലെ എന്തുമാത്രം ആഹാരം എനിക്ക് മാറ്റി തന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ അണ്ണനെ കണ്ടിട്ടേ പോവുള്ളൂ. ഇടാ, അണ്ണനെ ഇങ്ങോട്ട് വിളിച്ച അണ്ണ ഒന്ന് പറയും, നീ ഒന്ന് പറയും. നീ പറയണ ഒന്നും അങ്ങർക്ക് മനസ്സിലാവില്ലടാ. ആര് പറഞ്ഞു? ചേച്ചി അണ്ണനെ വിളിച്ചു നോക്ക്. അണ്ണൻ എന്നെ കണ്ടാൽ നല്ല മണിയായി സംസാരിക്കാൻ അറിയാമോ? നിനക്ക് പണി കിട്ടും, ഞാൻ വിളിക്കണോ ഇങ്ങോട്ട്? ചേച്ചി എന്റെ സ്വന്തം ചേട്ടനെ പോലുള്ള ആളല്ലേ, വിളിച്ചാണ് ചേച്ചി. അനുഭവിക്കുമ്പോ നീ പഠിക്കും. ചേട്ടോ രമേ, ഞാൻ നിന്നെ വിളിച്ചോടി. ചേട്ടോടാ രമേ, ഞാൻ നിന്നെ വിളിച്ചോന്ന്. രമേ, ഞാൻ നിന്നെ വിളിച്ചോടി. എത്ര നേരം കൊണ്ട് നീ വാ ഇട്ടലക്കുന്നത്? ഞാൻ എന്തെങ്കിലും ഒന്ന് പറ, ഞാൻ നിന്നെ വിളിച്ചു. ചേട്ടാ, ഞാൻ ആരുടെ? അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടില്ല, അതുകൊണ്ടാണ് നീ ചോദിച്ചാ ഞാൻ ആരാന്ന്. എനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവും. എന്റെ വായിൽ നാക്കില്ലേ? നീ പറഞ്ഞ എനിക്ക് മനസ്സിലാവൂലേ എന്ന്? ഞാനും നിന്റെ ഭാര്യ ഇവിടെ താമസിക്കുന്നത് നിന്റെ വീട്ടിൽ എനിക്ക് എന്ത് കാര്യം? ഞാൻ പറഞ്ഞില്ലടാ, ആരെങ്കിലും അങ്ങനെ ദേഹത്ത് തൊട്ട് അങ്ങനെ കറണ്ട് അടിക്കും പോലെ തോന്നുന്നു. കുറച്ചു നേരത്തേക്ക് ബോധം വരും. എന്തെങ്കിലും പറയണ്ടെങ്കിൽ നീ പറഞ്ഞു പെട്ടെന്ന്. അല്ല, നീ ഇതപ്പോന്നു ഒന്ന് വിളിക്കാൻ എന്തവൻ? എന്തോ അണ്ണ ഇത്? സുഖമാണോടാ? ഓ, ഞാൻ സുഖമായിട്ടിരിക്കുന്ന. നീ വന്നിട്ട് ഞാൻ ചായ കുടിച്ചായിരുന്നു. എന്റെ പൊന്നു രമേ, ആരെങ്കിലും വീട്ടിൽ വന്ന എനിക്ക് ചായ ഇടണമെന്ന് അറിഞ്ഞൂടെ? അതെ, പിന്നെ നീ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ കുറച്ച് സ്കോച്ച് കൊണ്ടുവന്നു, ഞാൻ കുടിക്കൂ. എന്താ സ്കോച്ച് കുടിക്കത്തില്ല അല്ലേ? നീ പോയി സ്കോച്ച് എടുത്തോണ്ട് വരും, ഞാൻ കുടിക്കാം. ഇത് എന്നടാ എന്റെ വിധി. എന്റെ ഭർത്താവിന്റെ അസുഖം കാരണം എനിക്കൊരു സ്വസ്ഥതയില്ലടാ. എന്നാലും എന്റെ ചേട്ടൻ ഇങ്ങനെ ഒരു അബദ്ധം. എന്റെ ചേച്ചി ഈ ചൂട് സമയം ആയതുകൊണ്ടാണ്. ചൂട് സമയത്ത് ചേട്ടന്റെ തലയിൽ ചൂടടിച്ചിട്ടാണ് ഇങ്ങനെ കുഴപ്പമില്ല പറ്റണത്. ചേച്ചി, എന്റെ ചേട്ടന്
ഞാനൊരു AC വാങ്ങിച്ചു ചേച്ചി. ആ AC മുറിക്കാത്തിരുന്ന് ചേട്ടനെ തല തണുപ്പിക്കണം കേട്ടോ. അയ്യോ ഏസി ഇവിടെ വാങ്ങിച്ചു വെച്ചാ ഈ വീട്ടിൽ കറണ്ട് ഇല്ലല്ലോടാ. പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഞാൻ കറണ്ട് എന്റെ വീട്ടിൽ കടയിൽ തൊട്ടടുത്താണ് ഇലക്ട്രിക്കൽ കട. 2 പയ്യന്മാരുണ്ട്, മിടുക്കൻ പയ്യന്മാര്. അവന്മാർ ഇന്ന് വന്നതാ ബാക്കി വയറിങ് മടിയെല്ലാം തീർത്ത് AC ഫിറ്റ് ചെയ്ത് തരും. അയ്യോ എന്റെ ചേട്ടൻ സമ്മതിക്കൂലടാ. അമ്മ ചേച്ചി നിങ്ങൾ എന്റെ സ്വന്തം ചേട്ടനും ചേച്ചി പോലെ തന്നെയല്ലേ. ഞാനിത് ചെയ്തിട്ട് അടങ്ങുള്ളൂ. ചേച്ചി ഒന്നും പറയണ്ട. കറണ്ട് വന്ന് എന്റെ ചേട്ടന്റെ അസുഖമൊക്കെ മാറുവാടാ. എണ്ണുണ്ട് ചേച്ചി, അസുഖം മാറുന്ന തടുത്ത മാറും ചേച്ചി, ചൂടായതുകൊണ്ടാണ്. എന്റെ ഭഗവാനെ എന്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് കറണ്ടിന്റെ കണക്ഷൻ കിട്ടണേ. പശു ഇത്രയും വിഷമുണ്ട് ചേച്ചി. അയ്യോ പശു രമ കാടി കുടിച്ചാ? എന്റെ ഭഗവാനെ ആ പശുവിന്റെ കാടി മൊത്തം എടുത്ത് കുടിച്ചിട്ടുണ്ട് അങ്ങേര്. പശു ഒരു ഉത്തരവാദിത്വവും ഇല്ല. ആരടാ അത്? ഞാൻ ഒന്ന് ലൈൻ വലിക്കാൻ വന്നത്. ആരടാ അത്? ആരടാ അത്? അതല്ല ആരടാ നീ? ചേച്ചിക്ക് ഒന്ന് കണക്ഷൻ തരാനായിട്ട്. എന്റെ ഭർത്താവല്ലാതെ ഈ ലോകത്ത് ആരുമായിട്ട് എനിക്കൊരു കണക്ഷനും ഇല്ലടാ. അയ്യോ നിങ്ങൾ ഒരുത്തന്റെ അടുത്ത് പറഞ്ഞു വിട്ടായിരുന്നു ഇവിടെ കറണ്ടിന്റെ കണക്ഷന് വേണ്ടിയിട്ട്. കറണ്ടിന്റെ കണക്ഷൻ തരാൻ വന്നതാ. ഓ എന്ത് കേട്ടാലും ഞാൻ എടുത്ത് ചാടുവടാ. എന്നാ പിന്നെ ആ പൊട്ടക്കരടിന്റെ അടുത്ത് ചാടിക്കൂടെ? ഇത് നമ്മളെ പോലെയുള്ള ഭാഗങ്ങളായിട്ട് ശല്യം ചെയ്യണം ഇല്ലടേ. എന്നാ സൂപ്പർ പീസ്. അയ്യോ എന്തുകൊണ്ടാണ് അമ്മ പറഞ്ഞത്? അല്ല ആ ഇരിക്കുന്ന പീസ് നല്ല പീസ് എന്ന് പറയായിരുന്നു. അയ്യോ അതെന്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. ഗൾഫിൽ നിന്ന് റയർ ആണ്, അധികം കാണത്തൊന്നുമില്ല. ചേച്ചി നമുക്ക് പണി തുടങ്ങണം. ജംഗ്ഷൻ എവിടെയാണ്? ജംഗ്ഷൻ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തടാ. ഇവിടത്തെ ജംഗ്ഷന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ വീട്ടിനകത്ത് ജംഗ്ഷൻ ബോർഡ് വെച്ചിട്ടില്ല, അത് എവിടെയെന്നാണ് ചോദിച്ചത്. അത് ഹാൾ റൂമിന്റെ അടുത്തടാ. ഹാൾ റൂമിന്റെ അകത്തുനിന്ന് നമുക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കോമഡിയാണ്. എടാ അതിൽ ഞാൻ പോസ്റ്റ് ഇട്ടല്ലടാ. അതെന്തൊരു ബലത്തരം നിങ്ങൾ നമ്മളിവിടെ എന്തിനു വന്നത്? നിങ്ങൾക്ക് പോസ്റ്റാണ്, നിങ്ങളൊക്കെ പോസ്റ്റ് ഇട്ടാ മതിയാ. അയ്യോ എന്റെ വീട്ടിൽ ഇന്ന് കറണ്ടിന്റെ കണക്ഷൻ കിട്ടുമെന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്, ഫേസ്ബുക്കിൽ നിന്നിട്ട് വലി എന്തരടാ? കറണ്ട്. എന്റെ പരാജയമേ. ചേച്ചി രേഖ എവിടെ? അയ്യോ രേഖ കല്യാണത്തിന് പോയല്ല. നിങ്ങളെ കുഞ്ഞമ്മേരെ മോളെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. KSEBക്കാർ കൊണ്ടുവന്നില്ലേ സ്കെച്ചും പ്ലാനും രേഖകൾ, അതെവിടെയെന്നാണ് ചോദിച്ചത്. അയ്യോ അതായിരുന്നാ? അത് അലമാരക്കകത്തിരിക്കണടാ. അലമാരക്കകത്തിരിക്കുക. അലമാര ഇങ്ങോട്ട് വരുമോ അതോ നമ്മൾ അങ്ങോട്ട് ചെല്ലണം? മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ട് കിടന്ന് ജോലി ചെയ്യും. അപ്പോഴാണ് ഒരു ആവശ്യമില്ലാതെ ആ ഒരു ചേച്ചിയല്ല. സത്യം കഷ്ടം. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യണം. 2 ദിവസത്തെ പണിയേ ഉള്ളൂ, നമുക്കൊരു 5 ദിവസം കൂടി നിൽക്കണം. ചുരുക്കി പറഞ്ഞ വലിപ്പീര് പണി. പാവങ്ങളെ എവിടെ വലിപ്പിക്കാൻ പറ്റും? പച്ച വേറ്, മഞ്ഞ വേറ്, അണ്ടർ വേറ്. അപ്പൊ ഞാൻ ഇന്ന് അപ്പൊ അണ്ണ ഇന്ന് പൊക്കത്തി കയറിയുള്ള പണിയൊന്നും ചെയ്യണ്ട, അത് ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു കാര്യം, ഇത് മേലെ ഇനി ആവർത്തിച്ചേക്കരുത്. നിർത്തി. എന്നാടാ മക്കളെ രേഖ? രേഖ എടാ മോനെ, എന്തോന്ന് ചേച്ചി? ഈ സർചാർജ് എന്നൊക്കെ എല്ലാരും പറയണ എന്തരടാ ഈ സർചാർജ് എന്ന് പറഞ്ഞ? നിനക്കറിയോടാ? നിങ്ങളല്ലേ വലിയ കൺട്രാക്ട്, ലൈസൻസ് ഉള്ള കൺട്രാക്ട്. ആഹാ അപ്പൊ ഇതൊന്നും അറിഞ്ഞൂടാതെയാണ് എന്റെ വീട്ടിൽ കറണ്ടിന്റെ കണക്ഷൻ തരാൻ വന്നത്. നമ്മളങ്ങ് കൊച്ചാക്കൊന്നും വേണ്ട. നമ്മളിത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പണിയല്ല. നിങ്ങൾക്ക് ഇപ്പൊ സർച്ചാർജ് തരണം, അത്രയല്ലേ ഉള്ളു. ഓ ചേച്ചി നമ്മളിപ്പോ KSEBയുടെ ഓഫീസിൽ ചെന്നെന്ന് വെച്ചോ. ആ. അവിടെ കുറെ സാറന്മാർ ഇരിക്കൂലി. സാറന്മാരടുത്ത് നമ്മൾ ചെന്നിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത് വന്ന അപ്പൊ നമ്മളെ വഴക്കി. ഇതാണ് ഈ സർച്ചാർജ് എന്നുള്ള സാധനം. അയ്യോ ചേച്ചിക്ക് മനസ്സിലായില്ലടാ. മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? നിങ്ങൾ എവിടെ കൊണ്ട് കേൾക്കണത്? കറക്റ്റായിട്ട് കേട്ടോളി. നമ്മളിപ്പോ KSEBയുടെ ഓഫീസിൽ ചെന്നെന്ന് വെച്ചോ. ഓ അവിടെ കുറെ സാറന്മാർ ഇരിപ്പൂലി. സാറന്മാരടുത്ത് നമ്മൾ ചെന്നിട്ട് സാറേ ഞാൻ ഒരു കാര്യം ഇതാണ് ഈ സർക്കാർ എന്നുള്ള സാധനം. അയ്യോ നമ്മള് KSEB ഓഫീസിൽ പോയി. അവിടെ കുറെ സാറുമാരൊക്കെ ഇരിപ്പുണ്ട്. അതിനുശേഷം ചേച്ചിക്കൊന്നും മനസ്സിലായില്ലടാ. ആകപ്പാടെ ഇത്ര വയറേ ഉള്ളൂ. ഈ പുല്ലെല്ലാം കൂടെ കടിച്ചു പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പുല്ലൊന്നും കിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ട്. എടാ മോനെ, ഈ വീടുകളിലൊക്കെ കറണ്ടിന്റെ കണക്ഷൻ കിട്ടുമ്പോഴേ AC ഒക്കെ വെക്കുമല്ലടാ. AC ഒക്കെ വെക്കുമ്പോ വീടിന്റെ ലുക്കേ അങ്ങ് മാറുമല്ലേടാ? പിന്നെ ഭയങ്കര സെറ്റപ്പ് ആവൂലേ അത്? ഭയങ്കര വേറെ ലെവലൊക്കെ ആയി വരുമല്ലോ. നിങ്ങൾ ഈ നിൽക്കുന്ന ലെവലിൽ നിങ്ങൾ ഈ ലെവലിലാവും. തന്നെടാ. പിന്നെ എന്നാ എന്റെ വീട്ടിൽ നിന്ന് കറണ്ടിന്റെ കണക്ഷൻ കിട്ടുമ്പോഴേ എന്റെ ബെഡ്റൂമിന്റെ സെന്റർ പോയിന്റിലായിട്ട് ഒരു PGയുടെ സെൻട്രലൈസ്ഡ് AC ഫിറ്റ് ചെയ്യണോടാ. 10 സ്റ്റാർ ആയിരിക്കണം, 20 ടൺ ആയിരിക്കണം. 10 സ്റ്റാർ 20 ടൺ എഴുതി വെച്ചോ. ഈ AC യിൽ നിന്ന് വരുന്ന ഫ്രഷ് കൂളിംഗ് അടിച്ചിട്ടുണ്ടല്ലോ, ചേച്ചിക്കൊന്നും റിലാക്സേഷൻ ആവണോടാ. പക്ഷെ ചേച്ചിക്ക് ഒരു ഡൗട്ട്, AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കും? AC അവിടെ ഫിറ്റ് ചെയ്യുമ്പോഴേ അതിന്റെ സ്വിച്ച് നമ്മൾ എവിടെ വെക്കുമെന്ന്?
സെൻട്രലൈസ്ഡ് AC, 20 ടണ്ണ് കൂളിംഗ് സിസ്റ്റം, എയർ കണ്ടീഷണർ, റിലാക്സേഷൻ. ചുറ്റി വെച്ചേട്ടാ ഉമ്മ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ചുറ്റി കിച്ചെന്ന് പറഞ്ഞോട്ട് നീ വരും. ഡേയ്, നീ ആ ചുറ്റിന്റെ അടുത്താണ് പെണ്ണുമ്പോൾ എല്ലാവരും കുഴപ്പിക്കുന്നത്. ഇവിടുത്തെ അണ്ണനാണ് തോന്നുന്നത്. നല്ല അല്ലേ? നല്ല ഒരു മുതലാളി അല്ല, ആരും നമ്മളടുത്ത് ഇങ്ങനെ ഒരു നല്ല ദയാലു ഇല്ല. ഞങ്ങളൊക്കെ ആരാ? അല്ല, ഇതിനു മുമ്പ് എന്നെ ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങളൊക്കെ ആരാന്ന്. നിങ്ങൾ പറഞ്ഞിട്ടാണോ രമ ഇവിടെ ജോലിക്ക് വന്നത്? ഇല്ല. അല്ല, നിങ്ങൾ രണ്ടുപേരെ ജോലി ചെയ്യുമ്പോ എനിക്ക് എത്ര ശമ്പളം കിട്ടും ഒരു ദിവസം? നമ്മൾ ജോലിയും ചെയ്യണം, അങ്ങേക്ക് ശമ്പളം കൊടുക്കണോ? ഇത് എവിടത്തെ ന്യായം? നിങ്ങൾ ചോദിച്ചത് ഞാൻ കേട്ടില്ലേ? അല്ല, നമ്മള് ഞാൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലെന്ന്. അത് കാര്യം ചോദിക്കട്ടെ, ഈ പിന്നെ പണി കഴിഞ്ഞ ശനിയാഴ്ച തീരുവോ? ഇന്നലെ മെനങ്ങാന്ന് തൊട്ട് തീരും. അല്ല, പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മെനങ്ങാന്ന് നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോളെ കല്യാണം അപ്പൊ നിങ്ങൾ ഇവിടെ കാണത്തില്ല, അതുകൊണ്ടാ. അണ്ണാ പിന്നെ ഇവിടത്തെ ചേച്ചി പറഞ്ഞു പണിയൊക്കെ തീർന്നാക്കളെ. ഇപ്പൊ പണി തീർന്നേനെ. ചേട്ടാ, അല്ല, ഇതാരാ? പണിക്കാർ വന്നായിരുന്നു രമേ. പക്ഷെ നീ എന്റെ അടുത്ത് പറയായിരുന്നു എന്ത്? എപ്പോഴാണ് തോന്നേരായോ? തുടങ്ങിയോ? പണിയാ തുടങ്ങിയോ? തുടങ്ങി ഇങ്ങനെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നല്ലത്. നടക്കട്ടെ. ഞാൻ അതിനകത്തായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നടക്കട്ടെ. ഞാൻ ചായ കുടിച്ചായിരുന്നു. എന്റെ പൊന്ന് രമേ, പണിക്കാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചായ ഇടണമെന്ന് അറിഞ്ഞൂടെ രമേ? നടക്കട്ടെ കേട്ടോ. എന്റെ ചേട്ടനാടാ, ചെറിയൊരു അസുഖം ഉണ്ട് എന്റെ ചേട്ടന്. മക്കളൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ പണിയായി. പിന്നെ ചേച്ചി ചായ പെടുത്തോണ്ട് ഇപ്പൊ വരാം. എടുത്തോണ്ടാ ചേച്ചി. എന്നാ പിന്നെ അതെ, ഈ വീട്ടിൽ ചായ മേടിച്ച് കുടിക്കരുത്. എന്നാ പണ്ടാറക്കാലം ചായക്കകത്ത് വല്ല വിഷം വല്ല കലക്കി തരുമെന്ന്. ചേച്ചി ചായ വേണ്ട കേട്ടോ, ചായ ക്യാൻസൽ. അണ്ണാ പിന്നെ അണ്ണാ ഭയങ്കര ഒരു എന്തോ അസുഖമാണ് ഈ പുള്ളിക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര അസുഖമല്ലടാ. ഇതെന്ന് പറഞ്ഞാൽ ട്രിപ്പിലാന്തസ് കുന്തിയാന ഓഫ് ദ മെഡിക്കൽ സയൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. വലിയൊരു അസുഖം. പിന്നെ അപ്പൊ ഇത് വല്ല മരുന്ന് വല്ല കണ്ടുപിടിച്ചിട്ടുണ്ടോ? എടാ, മെഡിക്കൽ സയൻസ് ഇതുവരെയായിട്ട് അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസുകാർ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യും? 5:30 മണി വരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇന്നാ മതിയെ. പോയി പണിയാടാ. എന്റെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മറ്റേ എല്ലാ കൊട്ടാരക്കര പണി സൂപ്പറായിരുന്നു. ഭയങ്കര പണം. ഞാൻ ചായയിൽ വിഷം ചേർത്തെന്ന് നിങ്ങൾ പറയുന്നത് കേട്ടു. അതുകൊണ്ട് നിങ്ങൾ വെറും ചായയുമായി എത്തിയിരിക്കുന്നു. കഴിക്ക്. ഞാൻ കുടിക്കാൻ പേടിക്കണ്ട. നമുക്കറിയാം ഇത് എങ്ങോട്ടാണ് കയറി പോണേന്ന്. എനിക്ക് പണിയാനുള്ളല്ലേ, ക്ഷീണിക്കും. ഞാൻ കുടിച്ചോ. നമ്മളെ മണ്ടയിൽ ഒന്ന് കയറാൻ ഞാൻ കട്ടച്ചായ കുടിക്കത്തില്ല. മേടിക്കാൻ മതി. അണ്ണ മേടിക്കരുത്. എനിക്ക് വെള്ളം കുടിച്ചോളാൻ വയ്യ. ഇത് നാരങ്ങ ഉള്ളതുകൊണ്ട് എല്ലാം മുതുകാല നിനക്ക് എന്തേന്റെ കുരു മനുഷ്യനെ കൊല്ലാനായിട്ട്. എന്തോ പിള്ളേരായത്, ഉത്തരവാദിത്തമില്ലാത്ത പിള്ളേർ. നിനക്കൂടെ വേണ്ടിട്ടാണ് അമ്മ കിടന്ന് കഷ്ടപ്പെടുന്നത്. സമാധാനത്തിൽ കുടിക്കത്തില്ല. എന്റെ പൊന്നെ എന്തെല്ലാം. എടാ, നീ കാര്യം ചെയ്യ്, പോയി എറുത്തിന്റെ കുഴിയെട്. എറുത്തിന്റെ കുഴിയെട്. എനിക്ക് വയ്യ. എനിക്ക് എടാ, അങ്ങനെയാടാ കുഴിയെടുക്കേണ്ടത്. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എറുത്തിന്റെ കുഴിയെടുക്ക അങ്ങനെയല്ലെന്ന്. ഈ ചെറുക്കനടുത്ത് പറഞ്ഞാലും മനസ്സിലാവൂലെന്ന് വെച്ചാ. എടാ കറക്റ്റായിട്ട് എറാ അത്. ഞാൻ അങ്ങോട്ട് വരട്ടെ. അണ്ണാ അതി പിടിച്ചാണത്. അണ്ണാ അണ്ണ ഇറത്തിന് കുഴിയെടുത്ത്. എത്ര കുഴിയെടുത്തറാ? ഒരെണ്ണം കൂടെ എറാ. അത് എന്തിന്? എന്നെ മണ്ണിട്ട് മൂടാ.